എടാ, മുമ്പൊരിക്കലും എന്നെ നോക്കി ആ പെൺകുട്ടി ചിരിച്ചിരുന്നേ. അന്ന് ഞാൻ വലിയ കാര്യമൊക്കെ എടുത്തില്ല. ചേടാ, ഇതാണ് വിഷയം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ പോയി സംസാരിച്ചേന്ന്. എന്നാലും എന്നോട് അവൾക്ക് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അവളുടെ ടേസ്റ്റ് ഉള്ള അതന്നെ. നിനക്ക് അസൂയല്ലടാ മോനെ? അല്ലേ നിധി, ഇവന് അസൂയല്ലേ? പറ പറയടോ. പോയി. അത് ശരി. അപ്പൊ ദേഷ്യം വരുന്നുണ്ട്. നിന്നെ എന്റെ അടുക്കിലേക്ക് എത്തിക്കാൻ ദൈവം കൊണ്ടുതന്ന ടൂളാണ് നിധി ആ കുട്ടി. ഇനി ഞാൻ നോക്കിക്കോളാം. നികേഷേ, അവൾ എഴുന്നേറ്റ് പോയത് കണ്ട? അവളുടെ ഭർത്താവിനെ വേറൊരുത്തി നോക്കിയെന്ന് കേട്ടപ്പോ സഹിക്കാതെ എഴുന്നേറ്റ് പോയതാ. ഇത് മതിയടാ. ആ പെൺകുട്ടിയെ വെച്ച് ഞാൻ നിന്റെ ഏട്ടത്തിയുടെ മുട്ടും മടക്കിക്കും. സോറി സോറി. മുതുക്കിന് പ്രാന്തായോ? എന്റെ മുട്ട്. ഹലോ, പറഞ്ഞോട്ടോ. സുഭാഷേ, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് ഞാനേ പുറത്തിത്തിരി ജോലിയിലായിരുന്നു. ഫോൺ അടിച്ച് കേട്ടില്ല. ഇപ്പൊ എന്തായാലും എടുത്തൽ. ഒരു അടിയന്തര കാര്യം പറയാനുണ്ടായിരുന്നു. പറയട്ടോ, എന്താ? നീ എപ്പോഴേക്കും ടെൻഷൻ അടിക്കാതാ. പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് വീട് കാണാൻ. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇങ്ങോട്ടോ? അല്ല പിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നാളെയോ? നാളെ തന്നെ. പെണ്ണ് വീട്ടിൽ നിന്ന് വീട് കാണാൻ വരട്ടെ. പിന്നെ മനസ്സിലായി. പക്ഷെ നാളെ പറഞ്ഞപ്പോഴാ. എന്താ നാളെ നിങ്ങൾ ആരും വീട്ടിൽ ഉണ്ടാവത്തില്ല? അല്ല, അതല്ല. പിന്നെന്താ പ്രശ്നം? നാളെ നല്ല നാളാണത്രേ. അതാ അവര് നാളെ തന്നെ തീരുമാനിച്ചത്. പെണ്ണും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർപ്പാക്കുന്നതല്ലേ നല്ലത്? അല്ല, അതല്ല. ഞാൻ വീട്ടിലാരോട് ഇതുവരെ ഇതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതിനെന്താ, ഇപ്പൊ പറഞ്ഞാ പോരെ? അതല്ലേ ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞത്. നാളെ വൈകിട്ട് 4 മണിക്ക് അവരവിടെ വരും. അതിനുള്ളിൽ വീട്ടിലെല്ലാവരോടും പറഞ്ഞു വെക്കേ. ഓക്കേ? ഓക്കേട്ടോ. ഓക്കേ. ബാക്കി നാളെ നേരിട്ട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. വൈകിട്ട് ആ പെണ്ണിന്റെ വീട്ടുകാർ വരുന്ന കാര്യം ഇവിടെ എങ്ങനെ പറയും? ഈ വിഷയം ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി എന്ത് പറഞ്ഞൊന്ന് തുടങ്ങി വെക്കുക. സുഭാഷേട്ടാ, ആര്യം എന്ത് തോവി പോന്നു? അയ്യോ, സുഭാഷേട്ടാ എന്താ ആലോചിച്ച് നിൽക്കുക? ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. ഏയ് ഒന്നുമില്ല മോളെ. ഒന്നുമില്ലേ? എന്തോ ഉണ്ടല്ലോ. ഏയ് സത്യമായിട്ടൊന്നുമില്ല. സുഭാഷേട്ടാ, ടിഫിൻ ബോക്സ്. ഒരു മിനിറ്റാ. ഇതെന്താ? നീല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. ഞാനോ? ഞാൻ ടിഫിൻ ബോക്സാ ചോദിച്ചേ. ആണോ? ഇടാ, അരി വാർത്തില്ല. അപ്പൊ ഞാനെന്താ കൊണ്ടുപോവാ? നീ ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിക്കേ. ഞാൻ പൈസ തരാം. അതുകൊണ്ടാ, പൈസ എൻ്റെ കയ്യിലുണ്ട്. സുഭാഷേട്ടാ, അത് വാർക്കണ്ടേ? അത് മറന്നു. എങ്ങ് തരൂ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ ചെയ്തോളാം. സുഭാഷേട്ടൻ എന്താ കൺഫ്യൂഷൻ ഉള്ളത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഇതെന്ത്? ഞാനും നോട്ട് ചെയ്തിരുന്നു. ഇന്നലെ മുഴുവൻ ഉറങ്ങിയിട്ടില്ലല്ലോ. എന്തോ ഓർത്തിരിക്കായിരുന്നല്ലോ. എന്താണ് ഇതിന് മാത്രം ആലോചിക്കാൻ? എന്താലോചിക്കാൻ?
ഒന്നുമില്ലടാ, ജോലിയിലെ ചില കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് കാപ്പി വേണോ? അതിനിന്ന് കാപ്പി തന്നില്ലല്ലോ. അയ്യോ, തന്നില്ലല്ലേ? ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. അല്ല വേണ്ട, ഞാൻ പോവാ. ഞാനും ഇപ്പൊ ഇറങ്ങുവേ. സുഭാഷ് ചേട്ടൻ ഓക്കെ അല്ലേ? ആ ഓക്കെ. One, two, three. ഹരീഷേ, നിന്നെ വിളിക്കുന്നു. ഇത് ഉയ്യോ, cover. എന്താ എന്ത് ബുക്കല്ലേ? പഠിക്കുന്ന പിള്ളേർക്ക് അങ്ങനെ പലതുണ്ടോ? ഇവരെന്തോ നികേഷേ, ആ ഈ ഷർട്ട് എങ്ങനെയുണ്ടാ? കൊള്ളാം. എങ്ങനെയുണ്ട് നിധി? നോക്കേ. ഞാനെടുത്തുന്ന ഷോട്ടല്ലേ, എനിക്കറിയാലോ, നന്നായിട്ടുണ്ട്. ഓ, ഇത് എടുത്ത് വാങ്ങിയ ഷർട്ടാണല്ലോ അല്ലേ? ഇങ്ങനെ നല്ല ഡ്രസ് ഇട്ട് സുന്ദരനായി ഞാൻ എങ്ങോട്ടാ പോകുന്നറിയാമോ? അയ്യടാ സുന്ദരനാ. ആ, ഈ സുന്ദരന് വാനരൻ എന്നൊരു അർത്ഥം ചോദിച്ചേട്ടാ. രാമായണത്തിലെ സുന്ദരകാന്ഡം കേട്ടിട്ടില്ലേ? ഹനുമാൻ ലങ്കയിലേക്ക് പോയ വലിയ കഥ കേട്ടിട്ടില്ല? ആ, അത് തന്നെ. കൊള്ളാം കൊള്ളാം. അപ്പോ സുന്ദരൻ എങ്ങോട്ടാ പോണെന്ന് ഒന്ന് പറയൂ. അത് നിധി ചോദിക്കട്ടെ. ചോദിച്ചോ. ഞാനെന്തിനു ചോദിക്കണം? ചുമ്മാ ചോദിക്കേ, ഞാൻ പറയാം. രാവിലെ നിങ്ങൾ ജോലിക്കല്ലേ പോവാറ്? ആ, അതാണ്. എന്നാ ഇന്നതിനല്ല. ഞാനേ അവളെ കാണാൻ പോവാ. എവള്? എവളെ? ഇടാ അവളേടാ, ബസ് സ്റ്റോപ്പിൽ എന്നെയും കാത്തു നിൽക്കുന്ന പഞ്ചവർണ്ണ കിളി, അവളെ കാണാൻ. അവളായിരുന്നു. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ. ഒരുമാതിരി പൈങ്കിളി ഏർപ്പാടാട്ടോ സുധീഷേടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതേടാ, അവളെ കാണുന്നത് പൈങ്കിളി ഏർപ്പാടാണെങ്കിലേ അത് ഞാനങ്ങ് സഹിച്ചു. സുധീഷേട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ആ, എന്നെ ആര് പറഞ്ഞി? നിന്റെ ഏടത്തി പറഞ്ഞോ? എടാ, അത് കല്യാണമല്ല, കല്യാണ മാതിരി ഒരു സാധനമാണെന്ന് നിധിയല്ലേ പറഞ്ഞത്? ഞാനിപ്പോഴാ തന്നെയാ പറയുന്നത്. അത് കല്യാണം അല്ല, കല്യാണം മാതിരിയേ ഉള്ളൂ. ആ, കേട്ടില്ലേ? ദാറ്റ് സിമ്പിൾ. അപ്പൊ ഞാൻ ആരെ കാണാൻ പോയാലും പ്രശ്നമില്ലല്ലോ. ഉണ്ടോ 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 ഉണ്ടോ? അപ്പോ ഞാൻ അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണേ. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണേ. സ്പ്രേ ഒന്ന് നിർത്തണോ? നല്ല മണം വരട്ടാ. എന്നെ കുറച്ചെടുത്ത് വായിലടിക്ക്. അതിന്ന് വരുന്ന ഭാഷയ്ക്കാണ് നാറ്റം. ഗുഡ് ബൈ. വേണമെങ്കിൽ അടിച്ചോ. സുഹൃത്താ, നോക്കടാ. ഓ, വായിലേക്കുള്ളത് വേറെ കരുതിയിട്ടുണ്ടോ? അങ്ങനെ ദേഷ്യം കേറട്ടെ അങ്ങനെ. അങ്ങനെ ദേഷ്യം കേറട്ടെ അങ്ങനെ. സുധീഷേട്ടാ, ഇതൊക്കെ അനാവശ്യ കാര്യം കേട്ടോ. ദേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തോ എന്റെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിട്ട് തോന്നിയേക്കാം. വാട്ട് കാൻ ഐ ഡു ഫോർ യു ദാറ്റ്? അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? ആരാരും കാണാതെ ഒന്ന് വിളിച്ചില്ലാമോ? കുറിമാനം പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? ആരാരും കാണാതെ
ഡാ, തുടക്കത്തിലെ ശകുനം പാളി, ഇനിയെങ്കിലും നിർത്തിയാ കൊള്ളാം. ഒരു പെണ്ണിന്റെ തേടി വന്നതിന്റെ അസൂയ ഞഞ്ഞാമിഞ്ഞ് എന്താണ്? സുന്ദരനായ എന്നെ തേടി സുന്ദരിയായ ഒരു പൂമ്പാറ്റക്കിളി പാറി വന്നതിന്റെ അസൂയല്ലടാ നിങ്ങക്ക്? ഓ പിന്നെ പൂമ്പാറ്റ കിളിയോ? അതെന്ത് കിളി? അത് നീ നിന്റെ ഏടനോട് ചോദിക്കും, പറഞ്ഞുതരും. ഓക്കെ ഏട്ട കലിപ്പ് മൂടാണല്ലോ. ഹലോ, ഞാൻ പോവാണേ. പൊക്കൂടെ? അതെന്നോട് ചോദിക്കണോ? അല്ല, അവിടം വരെ കൂടെ വരുന്നുണ്ടോ അതോ? ഇല്ല, ഞങ്ങക്ക് പോവാൻ അറിയാം. ഞങ്ങക്ക് ഓക്കേ, ബൈ. എന്തിനോ വേണ്ടി തളയ്ക്കുന്നു. കാവടി കളിച്ചാ പോണത്, ട്രാജഡി ആവാതിരുന്ന. അവനെങ്ങോട്ടാ പോയെ? എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നികേഷ, നമുക്ക് പോ. എന്നാ മോളെ, ഞാൻ വേഗം 3-4 ദോശ ഉണ്ടാക്കി. ഉച്ചക്കൊന്നും ഇല്ലാതിരിക്കണ്ട. ഏട്ടാ പോട്ടെ. നികേഷ് ഇപ്പം സൂപ്പർ ഷോട്ടോ. എന്താടാ? ആ ബസ് സ്റ്റോപ്പിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരും പറഞ്ഞേ ഏടത്തെ ചൂടാക്കാൻ നോക്കിയതാ സുധീഷ് ചേട്ടൻ. ഇവനിത് എന്തിന്റെ കേടാ? അതനുഭവിക്കുമ്പോ പഠിച്ചോളൂ. ഞാൻ പോവാടാ. നിധിയെ കാണാനില്ലല്ലോ. അയ്യടാ, ഇളി കണ്ടാലും മതി. എടി മരക്കഴുതേ, ഞാൻ നിന്നോട് ഇച്ചിരി ചിരിയും കളിയൊക്കെ കാണിക്കും. അതെ, നിന്നെ തലയിലെടുക്കാനല്ല, നിധിയെ എന്റെ വഴിക്ക് കൊണ്ടുവരാനാ. വരുന്നുണ്ട്. നിധി, എന്റെ പണിയിൽ നീ വീഴും മോളെ. നീ എന്താണ് ഇത്ര ഫീൽ ആവുന്ന? എന്നാലും ആ കുട്ടി അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. എടുത്തി പോട്ടടാ, നിനക്ക് അതിലും നല്ല കുട്ടിയെ കിട്ടും. പോരെ? കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. എടുത്തി ദേ നോക്കി. അയ്യേ, നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു. വൃത്തിയേട്ടാ. അയാളും അയാളുടെ ഒരു കൂളിംഗ് ഗ്ലാസ്. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു. വൃത്തിയേട്ടാ. അയാളും അയാളുടെ ഒരു കൂളിംഗ് ഗ്ലാസ്. നീ പറഞ്ഞ ശരിയാടാ. എന്ത്? അവൾ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നേ ഇല്ല. വന്നപ്പോ മുതലേ ഇത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്താണാവോ ഞാനിത് മുമ്പേ കാണാത്ത. അയ്യോ, നിധിയായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സോറി. നിധി ഉണ്ടായിരുന്നു. എന്താ തിമിരം വന്നോ? അതാണോ കറുത്ത കണ്ണട? നന്നായി. നൈസ് നൈസ്. ഞാൻ എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന, എന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വന്നതാ. അതിന്റെ എക്സൈറ്റ്മെന്റില് ഞാൻ നിധിയെ ശ്രദ്ധിക്കാൻ മറന്നുപോയി. ഒന്നും വിചാരിക്കല്ലേ. സുധീഷേട്ടാ, ഓവറാക്കല്ലേ. ഇല്ലടാ, ഇതെല്ലാം നോർമൽ അല്ലേ?
പിന്നെ ഈ കണ്ണട ഒരു പടിക്ക് ഓവറാണെന്ന് തോന്നാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ നിതേ? നോക്കി. കണ്ണ് തട്ടാതിരിക്കാൻ നല്ലതാ. ഓ നൈസ്. ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നെ തേടി ഇങ്ങോട്ട് വരുമ്പോ നിധിക്കുണ്ടാവുന്ന അസൂയ എനിക്ക് മനസ്സിലാവും. അസൂയോ? എനിക്കോ? അതിന് നിങ്ങൾ എന്റെ ആരാ? അതെ, കറക്റ്റ്. അതാണ് 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 ആരുമല്ല. അതുകൊണ്ടാണല്ലോ എന്റെ ആരെങ്കിലും ആകാൻ കൊതിക്കുന്ന ഒരു സുന്ദരി കുട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത്. ബൈ ദ ബൈ, എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. അഫു ബൈ. താനി കോമളയെ പോലെ ആയിട്ടുണ്ട്. നോക്കുന്നുണ്ടോ? ഹായ്. ഹായ്. ഇയാൾ എന്നോടെന്തോ പറയണമെന്ന് വിചാരിച്ചാണല്ലോ അല്ലേ? നികേഷ് പറഞ്ഞായിരുന്നു. ശരിയല്ലേ? അതെ. നോക്കുന്നുണ്ട്. ഓക്കേ. എനിവേ, ഞാൻ സുധീഷ്. കുട്ടിയുടെ പേര് ഗായത്രി. ഓ, ബട്ട് ഐ വിൽ മേക്ക് ഇറ്റ് ഷോർട്ട്. ഗായു. ഈസ് ഇറ്റ് നൈസ്? ഓ. പൊതുവെ സുധീഷേട്ടൻ കുറച്ച് പഞ്ചാരയാ. ഇപ്പം ആ പെണ്ണ് ഇങ്ങോട്ടൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഒളിപ്പിക്കലായിരിക്കും. ചെന്ന് പറയണത്തി സുധീഷേട്ടന്റെ ഭാര്യയാണെന്ന്. എന്തിന്? ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തോണ്ടല്ലേ സുധീഷ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്ന. പോട്ടെ, എത്രത്തോളം പോകുന്ന കാണാലോ. അല്ല, ഇയാളെ ദിവസം ബസ്സിലാണ് കോളേജിൽ പോകുന്നത്? അതെ. വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഇന്ന് വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാട്ടോ. അയ്യോ വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഓ ഗുഡ് 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 ഗുഡ്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നല്ല കുട്ടികൾ അങ്ങനെ എടുത്തു ചെയ്യാൻ പാടില്ല. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. ഗുഡ് ഗേൾ. എന്നാ പിന്നെ അതുവരെ ബസ് വരുന്നവരെ ഞാനൊരു കമ്പനി തരാം. അത് മതി. ഓക്കെ. ആക്ച്വലി ഞാൻ കുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അതായിരുന്നു. നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. ഇല്ല എടുത്തി, ഞാൻ ബസ്സിൽ നിന്നോളാം. അത് ശരി. അപ്പൊ നിനക്ക് കൊള്ളുന്നുണ്ടല്ലേ? ശരിയാക്കി തരാം. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ സ്നേഹം നേടാൻ ഇമാതിരി പോക്കൃതം ആരെങ്കിലും കാണിക്കും? ഇയാൾ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. സുഭാഷ് ചേട്ടൻ ഇവിടെ നിന്ന് അകത്തേക്ക് വരായിരുന്നില്ലേ? അയ്യോ, ഞാനേ പണിസ്ഥലത്ത് നിന്ന് വരുന്ന വഴിയാ. അല്ല, ജോലി സമയത്ത് കാണാൻ വരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. സുഭാഷ് ചേട്ടൻ കാര്യം പറഞ്ഞോ? അല്ല, അത് മോളോട് എങ്ങനെയാ പറയണമെന്ന് എനിക്കറിയില്ല. എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അങ്ങനെയല്ല. എന്നാ പറഞ്ഞോ. അത് നമ്മുടെ ബ്രോക്കറല്ലേ, അയാളൊരു ആലോചന കൊണ്ടുവന്നായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് കുറച്ച് ആളുകൾ വരും. അതെയോ? അത് നല്ല കാര്യല്ലേ. ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലെ തന്നെ ലീവിന് അപ്ലൈ ചെയ്തേനെ. അത് അവരിപ്പോഴാ വിളിച്ചു പറഞ്ഞത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അവർ വരുമെന്ന്. എനിക്ക് എന്താ മറുപടി പറയേണ്ടത് പോലും അറിയില്ലായിരുന്നു. അവര് വരട്ടെ, ഉച്ചക്കേശ് ഞാൻ ലീവ് എടുത്തോളാം. അല്ല, പെൺകുട്ടി ആരാ? വീട് എവിടെയാ? കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതാണോ? ഞാൻ സുധീഷിനോട് പറഞ്ഞ് അന്വേഷിപ്പിക്കാം. ഏയ്, അതൊന്നും വേണ്ട. എല്ലാം ഞാൻ അന്വേഷിച്ചു. സുഭാഷ് ചേട്ടൻ അന്വേഷിച്ചെന്നോ? അപ്പൊ അറിയുന്ന കുട്ടിയാണോ? മുൻപേ പരിചയമുള്ളതാ? അല്ല, അങ്ങനെ പരിചയമൊന്നുമില്ല.
ബ്രോക്കർ പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു, സംസാരിച്ചു, അത്രേ ഉള്ളൂ. പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചോ? അതെ, ഇതെപ്പോ? 2-3 ദിവസം മുമ്പ്. എന്നിട്ട് പറഞ്ഞേ ഇല്ലല്ലോ. സുഭാഷേട്ടൻ തനിയെ പോയിട്ടാണോ കണ്ടേ? അതെ. സത്യം? ഉം. എന്താ പിന്നെ എന്നോട് പോലും പറയാത്ത? ആ, അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായേനെ. അപ്പൊ എല്ലാം ഒറ്റയ്ക്ക് പോയി കണ്ട് സംസാരിച്ചുറപ്പിച്ചിട്ടാ ഞങ്ങളോട് പറയുന്നല്ലേ? ഭയങ്കര ആളാട്ടോ സുഭാഷേട്ടൻ. അയ്യോ, അതുകൊണ്ടൊന്നുമില്ല മോളെ. ഓരോ തവണയും നിങ്ങളെല്ലാവരും പെണ്ണുവീട്ടിൽ പോയി എല്ലാം കണ്ട് സംസാരിച്ച് പോരും. നടക്കാതാവുമ്പോൾ എല്ലാവർക്കും അത് സങ്കടമാവും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയത്. നമ്മളെപ്പറ്റിയും നമ്മുടെ കുടുംബത്തെപ്പറ്റി എല്ലാം ഞാൻ തുറന്ന് സംസാരിച്ചു. അവരും അവരെപ്പറ്റി പറഞ്ഞു. എല്ലാം ഓക്കെയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഇതെങ്ങനെ വീട്ടിലുള്ളവരോട് പറയണമെന്ന് എനിക്കറിയില്ല. മോളെല്ലാവരും വിളിച്ചൊന്ന് പറയൂ. ഇത് പറയാൻ സുഭാഷേട്ടൻ എന്തിനാ മടിക്കുന്ന? ഈ വിഷയം അറിഞ്ഞാലേ എന്നെക്കാൾ സന്തോഷിക്കുന്ന അവരായിരിക്കും. അതെ, പക്ഷേ നമ്മളെ കാണാൻ പെണ്ണു വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടി. എനിക്ക് വേണ്ടി മോള് പറഞ്ഞാൽ മതി. ശരി, ഞാൻ പറഞ്ഞോളാം. അല്ല, എപ്പോഴാ അവര് വരുന്നേ? അത് പിന്നെ ഉച്ച കഴിഞ്ഞ്. ഓക്കെ, ഞാൻ നേരത്തെ എത്തിക്കോളാം. അവര് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചോളാം. ശരി, എന്നാ ഞാൻ പോട്ടെ. ശരി. ന്യായം നോക്കിയിട്ടാണല്ലോ നിങ്ങളിവിടെ എല്ലാം ചെയ്യണേ. ഒരു കുട്ടിയെ കണ്ടെത്തി ഇതെല്ലാം നടത്തി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്താ? അത് ചെയ്യാത്തോണ്ടല്ലേ സുഭാഷ് ചേട്ടൻ ഇതൊക്കെ ചെയ്യേണ്ടവന്നേ. ഇത് കുട്ടിയുടെ ചേച്ചിയാണോ അതോ ഏടത്തിയാണോ? ഞാൻ തന്നെ പെണ്ണ്. എനിക്കിത് സെക്കൻഡ് മാരേജാ. ആദ്യ വിവാഹം എല്ലാം നോക്കി തന്നെ നടത്തിയ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ശരിയായില്ല.